ഹലോ ഗൈസ്, സൈലൻറ്റ് ഫുട്ബോൾ എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ചെറിയൊരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്ത കാര്യം എല്ലാവരെയും അറിയിക്കുകയാണ്. എ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഗൈസ്. സോ കൂടെ നിന്ന് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. സോ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. സോ അവിടേക്ക് നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഇനിയും ഉണ്ടാവുമെന്ന് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, താങ്ക് യു. അങ്ങനെ സീസണിൻ്റെ അവസാനം എത്തി. ലാസ്റ്റ് ഹോം മാച്ച് ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയായിരുന്നു. 1-0 ഒരു വിക്ടറി ആഴ്സണലിന് നേടാൻ കഴിഞ്ഞു. അത്ര തകർപ്പൻ വിക്ടറി അല്ലെങ്കിലും ഒരു വിക്ടറി അവിടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ഇതോടുകൂടി പ്രീമിയർ ലീഗിൽ 2ാം സ്ഥാനം നമ്മൾ ഏറെക്കുറെ ഉറപ്പിച്ചു എന്നുള്ളതാണ്. ഗോൾ ഡിഫറൻസിൻ്റെ കാര്യമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ 2ാം സ്ഥാനം ഇനി എവിടെയും പോയില്ല. അതേപോലെ ചാമ്പ്യൻസ് ലീഗിലേക്കും സ്പോട്ട് ഉറപ്പിച്ചു എന്നുള്ളതാണ്. സോ അതിനേക്കാൾ ഉപരി ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് എതിരാളികൾ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഈ മാച്ചിന്, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഈ ഒരു മാച്ചിന് തോന്നിയിരുന്നു ആസ് എ ആർസണൽ ഫാൻ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ഓൾറെഡി നമ്മളെ മൾട്ടിപ്പിൾ ടൈംസ് ഹേർട്ട് ചെയ്ത് വിട്ടൊരു ടീമാണ് ന്യൂകാസിൽ യുണൈറ്റഡ്. ഈ ഒരു മത്സരത്തിൻ്റെ റിവേഴ്സ് ഫിക്സ്ചർ സെൻറ്റ് ജെയിംസ് പാർക്കിൽ നടന്നപ്പോൾ അവിടെ ഒരു കിഡ്ലൻ മിഡ് ബ്ലോക്ക് ഇട്ടിട്ട് എഡി ഹോവേൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡ് നമ്മളെ 1-0 പൊട്ടിച്ചു വിട്ടതാണ്. അതിനുശേഷം നമ്മൾ അവരെ കണ്ടുമുട്ടിയത് കരബാവോ കപ്പിലായിരുന്നു സെമി ഫൈനലിൽ. എവേ മാച്ചും ഹോം മാച്ചും ചേർത്ത് 2 മാച്ചും നമ്മളെ പൊട്ടിച്ചു വിട്ടതാണ്. അവർ അവിടെയും ഫൈനലിലേക്ക് കയറി അവരവിടെ കപ്പൊക്കെ എടുത്തു. സോ അത് മാത്രമല്ല, ഈ 3 മത്സരം തോറ്റു എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഗോൾ പോലും നേടാനായിട്ട് ആർസണലിന് കഴിഞ്ഞിരുന്നില്ല. സോ അതിൻ്റെയൊക്കെ ഒരു കടം ഏറെക്കുറെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ വീട്ടി എന്ന് പറയാം. അത്ര ഈസി ആയിട്ടായിരുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അതങ്ങ് വീട്ടി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ടീമിന് ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആദ്യമേ ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അല്ലെങ്കിൽ ടീമിൻ്റെ കൂടെ ഇസാക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആൾക്കൊരു മൈനർ നോക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. സോ ഇസാക്ക് ഇല്ലാണ്ടാണ് ന്യൂകാസിൽ യുണൈറ്റഡ് എമിറേറ്റ്സിൽ കളിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ്. സോ നമ്മുടെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ബാക്കിൽ ടിംബർ ഇല്ല, ഫ്രണ്ടിൽ മെറീനോ ഒന്നുമില്ല. ട്രൊസാർഡാണ് ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് സ്ട്രൈക്കിംഗ് റോളിൽ. അതേപോലെ റൈറ്റ് ബാക്കിൽ ബെൻ വൈറ്റ് ആണ് ഉണ്ടായിരുന്നത്. സോ ഇനി മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ ഡേവിഡ് റായ നമ്മുടെ കാവൽമാലാഖയുടെ പെർഫോമൻസ് അത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. കാരണം ആ ഒരു പെർഫോമൻസ് ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ കൊടുക്കാൻ ഡേവിഡ് റായ്ക്ക് അവിടെ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ മത്സരത്തിന് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ തന്നെ മേ ബി ന്യൂകാസിൽ യുണൈറ്റഡിന് അനുകൂലമായിട്ട് സ്കോർ ലൈൻ 2-0 3-0 എന്നുള്ള നിലയിലേക്കൊക്കെ പോയേനെ. ബട്ട് താങ്ക്സ് ടു അവർ കാവൽമാലാഖ ഡേവിഡ് റായ ഒരു ഡിസേർവിങ് ക്ലീൻ ഷീറ്റ് തന്നെ ആ പ്ലെയറിന് കിട്ടിയെന്നുള്ളതാണ്. 5 തകർപ്പൻ സേവുകളാണ് ആദ്യത്തെ 20 മിനിറ്റിൽ തന്നെ ഈ ഒരു പ്ലെയർ കൊടുത്തത് എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിക് പോപ്പിനും, ഗോൾ കീപ്പറായ നിക് പോപ്പിനും വർക്ക് റേറ്റ് കൊടുക്കേണ്ടി വന്നു. തോമസ് പാർട്ടിയുടെ ഒരു കിഡിലൻ ഹെഡർ ഓപ്പർച്യൂണിറ്റി, ക്ലോസ് റേഞ്ച് ഹെഡർ ഓപ്പർച്യൂണിറ്റി എല്ലാം സേവ് ചെയ്യേണ്ടി വന്നായിരുന്നു നിക് പോപ്പിന്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ കീപ്പേഴ്സിന് നല്ല വർക്ക് റേറ്റ് കൊടുക്കേണ്ടി വന്നെങ്കിലും ഡേവിഡ് റായാണ് കുറച്ചും കൂടി വർക്ക് റേറ്റ് കൂടുതൽ എടുക്കേണ്ടി വന്നതും കുറച്ചും കൂടി എന്താ പറയുക ക്രൂഷ്യൽ സേവ്സ് നടത്തേണ്ടി വന്നതും എന്നുള്ളതാണ്. സോ ഇനി ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവരുടെ ലോ ബ്ലോക്ക് പൊട്ടിക്കാൻ നമുക്കൊരു 5-man ഡിഫൻസീവ് ലൈനാണ് അവരുടെ വന്നത്. സോ ആ ഒരു ലോ ബ്ലോക്ക് പൊട്ടിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. ത്രൂ ദ വിങ്സ് ആണെങ്കിലും ത്രൂ ദ മിഡിലാണെങ്കിലും നമ്മളെ ആ ഒരു ബോക്സിലേക്ക് ഒരു എൻട്രി കൊടുക്കാനായിട്ട് അവർ നമുക്ക് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. 2 സൈഡിലും മാർട്ടിനെല്ലിനെയാണെങ്കിലും സാക്കിനെയാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ബോക്സിലേക്ക് ഒരു എൻട്രി കൊടുക്കാൻ വളരെ പാടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് എടുത്തു പറയണം. ആകെ എനിക്ക് തോന്നിയത് ഡേവിഡ് റായയുടെ പെർഫോമൻസും അതേപോലെ ട്രൊസാർഡിൻ്റെ പെർഫോമൻസും ഓക്കെ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം കൈൻഡ് ഓഫ് ഗുഡ് ആയിരുന്നു. ഓക്കെ, നോട്ട് ബാഡ്. ജയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ പോലും തോന്നി. ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻക്ലൂഡിങ് ബുക്കായ സാക്കോ ഐ എം സെയിങ് ഒരു ജയിക്കണം ഒരു ആഗ്രഹം ഇൻറ്റൻറ്റ് തോന്നിക്കാത്ത രീതിയിലുള്ളൊരു മാച്ചായിരുന്നു ഫസ്റ്റ് ഹാഫ്. ശരിക്കും നമ്മളിപ്പോൾ ലാസ്റ്റ് മാച്ച് നോക്കണേ ആൻഫീൽഡിൽ പോയി കളിച്ചപ്പോൾ ലിവർപൂളിൽ ഇതേപോലെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് വളരെ ബോറിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ നല്ലൊരു കംബാക്ക് നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു മത്സരത്തേക്കുള്ള ഫസ്റ്റ് ഹാഫ് വളരെയധികം ആർസണലിൻ്റെ ഭാഗത്ത് വളരെ ബോറിംഗ് ഗെയിം ആയിരുന്നു എന്നുള്ളതാണ്. മിഡ്ഫീൽഡിൽ എപ്പോഴൊക്കെ നമ്മൾ പന്ത് ന്യൂകാസിൽ യുണൈറ്റഡിന് വിട്ടു കൊടുക്കുന്നുണ്ടോ അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ വരുന്നുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ആ സാധനം ഫസ്റ്റ് ഹാഫിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പൊസിഷനൊക്കെ കീപ്പ് ചെയ്ത് അവരുടെ ബോക്സിൻ്റെ പുറത്ത് ഇങ്ങനെ കാത്തു കിട്ടി നിൽക്കും. അപ്പോഴേക്കും അവരവിടെ എല്ലാം സജ്ജമായിട്ടുണ്ടാവും ഡിഫൻസീവ് ബ്ലോക്ക് ഇടാനായിട്ട്. നമുക്കത് കടക്കാൻ പറ്റില്ല. അവസാനം എഗെയിൻ പൊസിഷൻ അവരുടെ കാലുകളിലേക്ക് തന്നെ പോകും. ഇത് തന്നെയായിരുന്നു. പക്ഷേ ആ മിഡ്ഫീൽഡിൽ പൊസിഷൻ കിട്ടി കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നു. വിങ്സിലൂടെയൊക്കെ അവർ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കയറി നമ്മുടെ ബോക്സിലേക്കൊക്കെ മൾട്ടിപ്പിൾ എൻട്രീസ് അവർ വെക്കുന്നുണ്ടായിരുന്നു. സോ ഡിഫൻസീവ് ഓഫ് ദ ബോൾ പെർഫോമൻസും ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം മോശമായിരുന്നു എന്ന് തന്നെ പറയാം. അത്യാവശ്യം ചാനലിൽ അവർക്ക് കറക്റ്റായിട്ട് ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മുടെ ഡിഫൻസീവ് പ്ലേയേഴ്സിൻ്റെ ഇടയിൽ കൂടെ എന്ന് പറയുന്നതും ഒരു മോശം കാര്യം തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ. ഞാൻ പറഞ്ഞ പോലെ ഡേവിഡ് റായയുടെ സേവുകൾ ഉള്ളതുകൊണ്ടാണ് ആ ഫസ്റ്റ് ഹാഫ് നമ്മൾ തടി തപ്പിയത് എന്നുള്ളതാണ്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് 2 ടീമിനും ഗോൾ അടിക്കാൻ കഴിയാത്ത അതിനകത്ത് നഷ്ടം വിചാരിക്കേണ്ടത് ന്യൂകാസിൽ യുണൈറ്റഡ് മാത്രമായിരുന്നു. കാരണം അവർക്കാണ് XG ഒക്കെ നോക്കുകയാണെങ്കിൽ എബവ് 1 ആയിരുന്നു അവരുടെ XG. ആർസണലിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ 0.5 താഴെയായിരുന്നു ഫസ്റ്റ് ഹാഫിന് മുമ്പ്, ഫസ്റ്റ് ഹാഫ് കഴിയുന്നതോടുകൂടി. സോ അവർക്ക് തന്നെ നഷ്ടം പറ്റിയത് ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഗോൾ മേടിക്കാണ്ട് നമ്മളും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും.
സോ ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ടീമിന് ചെറുതായിട്ട് ബോധം വെച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് മാച്ച് ആൻഫീൽഡിൽ ലിവർപൂളിനെതിരെ നോക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് വളരെ ബോറിംഗ് മത്സരം കളിക്കുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ടീം ഒന്ന് ഉയർത്തെഴുന്നേറ്റൊക്കെ കണ്ടതാണ്. സോ അത്ര വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് സെക്കൻഡ് ഹാഫിൽ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ചെറുതായിട്ട് ബോധം ടീമിന് വെച്ചു എന്നുള്ളത് തന്നെയാണ്. എനിക്കറിയാൻ പറ്റില്ല മിക്കൽ ആർട്ടറ്റ എന്താണ് ഹാഫ് ടൈമിൽ ടീമിന് പറഞ്ഞ് സെക്കൻഡ് ഹാഫ് കളിപ്പിക്കാൻ ഇറക്കുന്നതെന്ന് അറിയില്ല. അത് മത്സരത്തിന് മുന്നേ തന്നെ പറഞ്ഞ് ഇറക്കി വിട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആവില്ല എന്നുള്ളതാണ്. എനിവേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ടീം കുറച്ചും കൂടി ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരുപാട് പൊസിഷൻ കീപ്പ് ചെയ്ത് ക്ഷമയോടെ കളിക്കുന്ന പരിപാടി വിട്ടിട്ട് കുറച്ചുകൂടി ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ ടീം റെഡി ആയി തുടങ്ങി എന്നുള്ളത്. അതിൻ്റെ ഫലം 55ാമത്തെ മിനിറ്റ് ടീമിന് കിട്ടി എന്നുള്ളതാണ്. മിഡ്ഫീൽഡിൽ ബുക്കായോ സാക്കയ്ക്ക് പന്ത് കിട്ടുന്നു, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ കാലുകളിൽ നിന്ന് പന്ത് കിട്ടുന്നു. സോ അവിടെ നിന്ന് നേരെ പന്ത് ക്യാപ്റ്റനായ ഒഡഗാർഡിലേക്ക് റൈറ്റ് വിങ്ങിലേക്ക് പന്ത് വെച്ച് കൊടുക്കുന്നു. ഒഡഗാർഡ് കറക്റ്റ് ഡെക്ലാൻ റൈസിന് വെച്ച് കൊടുക്കുന്നു മിഡ് ഏരിയയിലേക്ക്. ഡെക്ലാൻ റൈസ് ഫസ്റ്റ് ടൈം ഷോട്ട് വായിക്കുകയായിരുന്നു, ഒരു ലോങ് കേളിംഗ് ഷോട്ട് തന്നെയായിരുന്നു. അവിടെ നിക് പോപ്പ് ബീറ്റൺ ആയി എന്നുള്ളതാണ്. സോ ഒരൊറ്റ ഗോളിൻ്റെ സീസണിൽ 9ാമത്തെ ഗോളാണ്. ഐ തിങ്ക് ക്ലോസ് ടു 9 ഗോൾസ് ആയി ഇപ്പോൾ ഡെക്ലാൻ റൈസിന്. സോ ആ ഒരു ഒറ്റ ഗോളിന് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ബീറ്റൺ ആയി എന്നുള്ളതാണ്. സോ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് ഹാഫിലുണ്ടായ അത്രയും ഇൻറ്റൻസിറ്റിയിൽ അറ്റാക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഡിഫൻസീവ് പെർഫോമൻസ് കുറച്ച് ബെറ്റർ ആയി എന്നുള്ളതാണ്. കാരണം പിന്നീട് അവർക്ക് കാര്യമായിട്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബോക്സിലേക്ക് കറക്റ്റായുള്ള ചാനലിൽ എൻട്രൻസും അവർക്ക് കിട്ടിയിട്ടില്ല. ഒരു ഫൈനൽ ടച്ച് കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ ഡിഫൻസീവ് യൂണിറ്റ് കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളതാണ്. അതിലെടുത്ത് പറയേണ്ടത് ജേക്കബ് കിവിയറിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. അത്യാവശ്യം നല്ല രീതിയിൽ ക്രോസസ് ഒക്കെ ഇൻ്റർഫിയർ ചെയ്യുന്നതിൽ താരം സെക്കൻഡ് ഹാഫിൽ വളരെയധികം മികച്ചു നിന്നു എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അതേപോലെ എടുത്ത് പറയേണ്ടതാണ് ലൂയിസ് കെല്ലിയുടെ പെർഫോമൻസും ആ പ്ലെയറിൻ്റെ ഫിസിക്കാലിറ്റി ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതേസമയം നമ്മുടെ അറ്റാക്കിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെയും ട്രാൻസിഷൻ സൈഡിൽ ലൈക്ക് കൗണ്ടർ അറ്റാക്ക് ഒക്കെ നടത്താനായിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടി. പക്ഷേ സ്റ്റിൽ അത് നമ്മുടെ ടീമിന് ഇപ്പോഴും അത്ര അങ്ങോട്ട് സൂട്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഡയറക്റ്റ് അറ്റാക്കിംഗ് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ ഇപ്പോഴും നമ്മുടെ ടീമിന് അത്ര വശം വന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ത്രെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ഒത്തു വന്നില്ല. ഇനി ഒരൊറ്റ ഗോളിനാണ് നമ്മൾ വിജയിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് നിമിഷത്തിലേക്കൊക്കെ എത്തിയപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ടെൻഷനായി എന്നുള്ളതാണ്. കാരണം 90 മിനിറ്റിന് 5 മിനിറ്റാണ് ഫ്രീ എക്സ്ട്രാ ടൈം വിളിച്ചിരുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞു. അതിനകത്ത് ആകെ ഒരു ചെറിയൊരു ലാഗ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെക്ലാൻ റൈസ് ഡേവിഡ് റായ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇഞ്ചേർഡായിട്ട് വീഴുന്ന പോലെ കിടന്നു. ഒരു കൂടിപ്പോയി 30 സെക്കൻഡ് 40 സെക്കൻഡ് എങ്ങാണ്ട്. പക്ഷേ അത് ഇഞ്ചുറി ടൈമിലാണ് സംഭവിക്കുന്നത്. സ്ഥിരമായിട്ട് പ്ലേയേഴ്സ് എടുക്കുന്ന ഒരു ടാറ്റിക്സ് തന്നെയാണ്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കളി കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ആ സമയമൊക്കെ പോയി ന്യൂകാസിൽ ഫുൾ ഓൺ അറ്റാക്കിലേക്ക് വന്നു. നമ്മൾ ഫുൾ ഓൺ ഡിഫൻസിലേക്ക് നിൽക്കുന്നു. എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് മത്സരത്തിൻ്റെ റിസൾട്ട് എന്താകുന്നതിനേക്കാൾ ഉപരി ഡേവിഡ് റായയുടെ ക്ലീൻ ഷീറ്റ് ഇനിയും പോകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. എനിവേ മത്സരം കഴിയാനായി 96 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും 30 സെക്കൻഡ് കഴിഞ്ഞു. അതിനുശേഷം കോർണർ വരുന്നു, അതും എടുക്കാൻ സമ്മതിക്കുന്നു. അതിനുശേഷം ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും പിന്നീട് ന്യൂകാസിൽ പ്ലേയേഴ്സും ആസ്റ്റർ പ്ലേയേഴ്സൊക്കെ തമ്മിൽ പിടിവലിയും കശപിശയൊക്കെയായി. പക്ഷെ അപ്പോഴേക്കും സമയം കഴിഞ്ഞു. എനിവേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ സ്കൂട്ടായി ഒരു ഗോളുമായിട്ട് 3 പോയിന്റുമായിട്ട് നമ്മളവിടെ മത്സരം വിജയിച്ചു എന്നുള്ളതാണ്. സോ അതിലെനിക്ക് സന്തോഷം വന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കായ് ഹാവേർട്സ് 75ാമത്തെ മിനിറ്റിൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. ബുക്കായോ സാക്കയെ മാറ്റിയിട്ട് കായ് ഹാവേർട്സ് ഇറങ്ങി. മാർട്ടിനെല്ലിസ് റൈറ്റ് വിങ്ങിലേക്ക് പോയി, കായ് ഹാവേർട്സ് സെൻറ്ററിലേക്ക് കളിച്ചു, ട്രോസാർഡ് ലെഫ്റ്റിലേക്ക് പോയി എന്നുള്ളതാണ്. സോ കായ് ഹാവേർട്സിൻ്റെ റിട്ടേൺ വളരെ സന്തോഷം തന്നൊരു കാര്യമാണ്. അതേപോലെ സീസണിൽ നമ്മുടെ ലാസ്റ്റ് ഹോം മാച്ച് കളിക്കാനായിട്ട് മീൻസ് ഈ ഒരു സീസൺ കഴിയുന്നതോടുകൂടി നമ്മുടെ ക്ലബ്ബ് വിട്ട് പോകാൻ നിൽക്കുന്ന കീറൻ ടിയർണിയും ജോർജിനെയും അവർ രണ്ടുപേരെയും കളിക്കാൻ ആർട്ടറ്റ ഇറക്കി എന്നുള്ളത് വളരെ ഒരു നല്ല ജസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. രണ്ടുപേരും ഇറങ്ങുമ്പോഴും നല്ല കയ്യടിയൊക്കെ നമ്മുടെ ആരാധകർ സ്റ്റേഡിയത്തിൽ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. സോ അങ്ങനെ ഒരു 1-0 വിക്ടറി നേടിക്കൊണ്ട് ഈ ഒരു സീസൺ ലാസ്റ്റ് ഹോം മാച്ചസ് നമ്മൾ അവസാനിപ്പിച്ചു എന്നുള്ളത്. സോ ഇനി ഇവിടെ എടുത്തു പറയാനുള്ളത് മിക്കേൽ ആർട്ടറ്റയോട് പറയേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാ ആരാധകരും പറയുന്നൊരു കാര്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിപ്പിക്കുക എന്നുള്ളത്. ഈ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന ഓക്കെ കറക്റ്റാണ്. നമ്മൾ ഈ ഒരു മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കി അറിയാം നമ്മൾ എന്തുകൊണ്ട് പ്രീമിയർ ലീഗിൽ ലിവർപൂളിൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളതിൻ്റെ റീസൺ നമുക്ക് മനസ്സിലാവും. സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ്, ആ ഒരു ഗോൾ നേടിയ പെർഫോമൻസ് ഒക്കെ ആ ഒരു സമയത്തെ പെർഫോമൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് ടീമിന് വേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. സോ ഈ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഗോൾ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെയും അതിനെ തന്നെ ആശ്രയിക്കുന്നത് ശരിയല്ല. ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചപ്പോൾ നമുക്ക് ആ ഗോൾ കണ്ടെത്താൻ പറ്റി. ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ നമ്മൾ കളിക്കാൻ ടീം എപ്പോഴൊക്കെ ഇൻറ്റൻറ്റ് എടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് ത്രെറ്റുകളും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഒരു സ്ട്രൈക്കർ വന്നാൽ മാറും. പക്ഷേ സ്ട്രൈക്കർ വന്നാലും ഞാൻ ചോദിച്ചോട്ടെ, ഈ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ തന്നെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പൊസിഷൻ വേണ്ടെന്നല്ല, പക്ഷേ ഇത്രയും ക്ഷമയോടെ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സ്ട്രൈക്കറിന് എന്താണ് സ്പേസ് ഇല്ലാതെ സ്ട്രൈക്കറിന് നേരെ ഗോൾ നേടാൻ കഴിയും? ഒരു ഫുൾ ഡിഫെൻസീവ് യൂണിറ്റിന് അവർക്ക് റെഡി ആവാനും പ്രിപ്പയർ ചെയ്യാനും ടൈമും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ട്രൈക്കറിന് എന്ത് ചെയ്യാൻ കഴിയും?
സോ അവിടെ ആ ഒരു ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുക, ട്രാൻസിഷൻ ഫുട്ബോൾ കളിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീമിൻ്റെ ഒരു സ്ട്രോങ് സൂട്ട് അല്ല അത്, പക്ഷേ അത് നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ സ്ട്രോങ് സൂട്ട് ആക്കണം മിക്കേൽ ആർട്ടറ്റ എന്നുള്ളതാണ്. നമുക്കൊരു ഗോൾ ലീഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പൊസിഷൻ കളിക്കാം, 1-2 ഗോൾ ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാം, ക്ഷമയോടെ കളിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഗോൾ ഇല്ലാത്തപ്പോൾ ഗോൾ അടിക്കണം എന്നുള്ള സമയത്ത് ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോൾ കൊണ്ടുവരണം, ത്രെറ്റ് കൊണ്ടുവരണം. അവിടെ സ്ട്രൈക്കർ ഇല്ലാത്തതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു സ്റ്റൈലിലും ചെറുതായിട്ട് ചേഞ്ചസ് വരുത്തണം എന്നുള്ളത് ഈ ഒരു മത്സരം അതൊരു എക്സാമ്പിൾ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്നത്. അതാണ് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം. ഈ ഒരു മത്സരത്തിൽ നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ കണ്ടതാണ്. നെഗറ്റീവ് ഫലവും പോസിറ്റീവായിട്ടുള്ള ഫലവും നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടു എന്നുള്ളതാണ്. മിക്കേൽ ആർട്ടറ്റ അടുത്ത സീസണിലേക്കെങ്കിലും അത് ശരിയാക്കണം, സ്ട്രൈക്കർ വന്നാലും വന്നില്ലേലും എന്നുള്ളതാണ്. വരണം, സ്ട്രൈക്കർ എന്തായാലും വരണം, എന്തായാലും പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ ഗൈസ്, ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ. വെയിറ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, ഡേവിഡ് റായയുടെ ക്ലീൻ ഷീറ്റിൻ്റെ കാര്യം. ആളിപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഗോൾ കീപ്പറായ സെൽസിൻ്റെ കൂടെ 13 ക്ലീൻ ഷീറ്റുമായിട്ട് ടൈയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ചെൽസിക്കെതിരെയാണ്. നമ്മുടെ എന്ന് പറയുന്നത് ഓൾറെഡി റെലഗേറ്റഡ് ആയ സൗത്താംപ്ടനെതിരെയാണ് വരുന്നത്. സോ അവിടേക്ക് വരുമ്പോൾ മേ ബി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഗോൾ കീപ്പറായ സെൽസിനാണ് കുറച്ചും കൂടി ഡിസഡ്വാൻറ്റേജ് ഉള്ളത്, നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. മീൻസ് ഡേവിഡ് റായ്ക്ക് ഇത്തവണയും ആ ഒരു ഗോൾഡൻ ഗ്ലവ് കിട്ടാനായിട്ട് നല്ല സാധ്യത കാണുന്നുണ്ട്, റീറ്റെയിൻ ചെയ്യാനായിട്ട്. ലാസ്റ്റ് ഇയർ വിൻ ചെയ്ത് ഡേവിഡ് റായ് തന്നെയായിരുന്നു. ഈ സീസണിലും ഡേവിഡ് റായ്ക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ സീസണിൻ്റെ അവസാനത്തെ ലാസ്റ്റ് മാച്ചിലേക്ക് വരുമ്പോൾ ഞാൻ ആകെ പ്രതീക്ഷിക്കുന്ന അതാണ്, ഡേവിഡ് റായ്ക്ക് ആ ഒരു ഗോൾഡൻ ഗ്ലവ് ഒന്ന് കിട്ടണം, അത് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് സീസൺ അവസാനിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലെയറിന് ഒരു ഇൻഡിവിജ്വൽ പുരസ്കാരം കിട്ടുന്നത് ആസ് ആർസണൽ ഫാൻസ് നമുക്ക് ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. സോ അത് മാത്രമാണ് ഇപ്പോൾ ലാസ്റ്റ് മാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, ഈ മത്സരത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.